നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തങ്ങളെ ചതിച്ചവരെ വിടാതെ പിന്തുടരുകയാണ് ഇറാൻ. അതായത് ഇസ്രയേലിന് വേണ്ടി ചാരപ്പണിയെടുത്ത് ഇറാനികളെ എല്ലാം തേടി പിടിച്ച് തൂക്കിലേറ്റുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് വേണ്ടത് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക കാതറിൻ പെരസ് ഷഗ്ദമിനെ, മൊസാദിന്റെ ബ്യൂട്ടിഫുൾ ചാരവനിത. മതം മാറി ഇറാനിൽ കടന്നുകയറി അലി ഖമനേയിയുടെ വരെ വിശ്വസ്തയായി മാറി ഒടുക്കം ഇറാന്റെ തലയെടുക്കാൻ ഇസ്രയേലിന് ബ്ലൂ പ്രിന്റ് എത്തിച്ച വനിത. ഖമനേയിയുടെ വെബ്സൈറ്റിൽ ബ്ലോഗറായിരുന്ന കാതറിന്റെ വേര് തപ്പിയ IRGC ഞെട്ടി. അവൾ ജൂത വനിതയാണ്. ഇറാന്റെ തല ചിതറിക്കാൻ വേണ്ടിയാണ് ഇസ്ലാം മതം സ്വീകരിച്ചതും മതനിയമങ്ങൾ പഠിച്ചതും കാതറിൻ ബുർക്ക ധരിച്ചതും. ഖമനേയിയുടെയും റവല്യൂഷണറി ഗാർഡിന്റെയും വായിൽ വിരലിട്ട് കറക്കിയാണ് കാതറിൻ അപ്രത്യക്ഷയായത്. ഈ ചാരവനിതയെ തപ്പിപ്പിടിക്കാൻ ലോകം മുഴുവൻ ചാരന്മാരെ ഇറക്കിയിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമനേയി. ആയത്തുള്ള അലി ഖമനേയിയും IRGCയും അകമഴിഞ്ഞ് കാതറിനെ വിശ്വസിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിലും കാതറിൻ മൊസാദിന്റെ ചാരവനിതയാണെന്ന് കണ്ടെത്താൻ ഇറാന് കഴിഞ്ഞില്ല. ഇസ്രയേൽ കൃത്യമായിട്ടാണ് ഇറാനിൽ ആക്രമണം നടത്തിയത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇത്ര കൃത്യമായ വിവരങ്ങൾ എങ്ങനെ ഇസ്രയേലിന് കിട്ടി എന്ന് അത്ഭുതപ്പെട്ടു ഇറാൻ. അതിന്റെ എല്ലാം വിവരങ്ങൾ ഇറാനിൽ നിന്ന് തന്നെ ഇസ്രയേലിന് ചോർത്തിയത് കാതറിനായിരുന്നു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രയേൽ തുടങ്ങിവെച്ചതിന് ശേഷമാണ് കാതറിൻ അപ്രത്യക്ഷയായത്. ഇതോടെയാണ് ഇവർ ഇസ്രയേലിന്റെ ചാരവനിതയാണെന്ന് ഇറാന് ബോധ്യപ്പെട്ടതുപോലും. ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കിയത് മാത്രമല്ല, IRGC തലവന്മാർ, ആണവ ശാസ്ത്രജ്ഞർ, ഖമനേയിയുടെ വിശ്വസ്തർ എല്ലാവരെയും തീർക്കാൻ ഇസ്രയേലിന് സഹായം ചെയ്തു കൊടുത്തതും ഈ ചാരസുന്ദരിയാണ്. കാരണം ഇവരുടെ എല്ലാം കൃത്യമായ സ്ഥലങ്ങൾ എവിടെയാണെന്നും ഇവർ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മൊസാദിന്റെ പക്കൽ കാതറിന് എത്തിച്ചിരുന്നു. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ നീക്കങ്ങൾ നിഗൂഢവും അതീവ രഹസ്യവുമാണ്. ചാരപ്രവർത്തനത്തിന് മൊസാദ് ആരെ വേണമെങ്കിലും നിയോഗിക്കും. എന്തിനേറെ പറയുന്നു, IRGC സേനയിലും മൊത്തം ഇറാനിലും വരെ മൊസാദിന്റെ ചാരവലയമുണ്ട്. പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള പൊളിറ്റിക്കൽ റിപ്പോർട്ടറാണ് കാതറിൻ. 2 വർഷം മുൻപാണ് ഇറാനിൽ അതീവ രഹസ്യമായി കാതറിൻ പ്രവേശിച്ചത്. കാതറിൻ പെരസ് ഷഗ്ദം അസാധാരണ വഴികളിലൂടെയായിരുന്നു സഞ്ചരിച്ചത്. അതുതന്നെയാണ് ഈ സംഭവ ബഹുലമായ കഥയെ ത്രില്ലിംഗ് ആക്കുന്നത്. ഇറാനിൽ പ്രവേശിച്ച അവർ ഷിയ വിഭാഗത്തിലേക്ക് മതം മാറി. മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാതറിൻ മിടുക്കിയും സാഹസികയുമായിരുന്നു. ഇറാന്റെ കർക്കശ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ച് കാര്യം സാധിച്ച അവർ ഒരു ദിവസം അങ്ങ് അപ്രത്യക്ഷയായി. ഇറാനിൽ ഇസ്രയേലിന്റെ അണുവിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വകവരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയത് മറ്റാരുമല്ല, ഈ ചാരസുന്ദരി തന്നെയാണ്. മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ അടുത്തുവരെ എത്തി. കാതറിനെ വിശ്വസിച്ച ഖമനേയി ഒടുവിൽ വെബ്സൈറ്റിൽ ബ്ലോഗറായി നിയമിക്കുകയായിരുന്നു. ആരും അറിയാതെ, ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് കാതറിൻ ഇറാന്റെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങിയത്? ഇസ്ലാം മതം അറിയാനും പഠിക്കാനും വളരെ താല്പര്യമുള്ള വ്യക്തിയായാണ് കാതറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത്. ഷിയ മുസ്ലിമായി മാറിയ അവർ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ചങ്ങാത്തം കൂടി. അവരുമായി സംസാരിച്ചുകൊണ്ടേയിരുന്നു. പരിചയം സൗഹൃദവും സ്നേഹവുമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാതറിനെ വലിയ വിശ്വാസമായി. അവരുടെ വീടുകളിൽ പതിവ് സന്ദർശകയുമായി കാതറിൻ. വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കാതറിന് പ്രവേശനം കിട്ടി. സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാം പരിശോധിക്കുകയും ഫോണുകൾ സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും കാതറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങളും നേരിട്ട് മൊസാദിന് അയച്ചു കൊടുത്തു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്നും അവർ കരുതി. പക്ഷേ ഓരോ ആക്രമണവും കൃത്യമായിരുന്നു. ആരോ സ്ഥലത്തിന്റെ വിശദമായ ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത. ഇറാന്റെ ഇന്റലിജൻസ് സർവീസ് അന്വേഷണം തുടങ്ങിയതോടെ സത്യം പതിയെ പുറത്തേക്ക് വന്നു. ഉന്നത അധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ കാതറിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു. പക്ഷെ അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു.
കാതറിൻ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. കാതറിൻ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഫ്രാൻസുകാരിയായ മാധ്യമ പ്രവർത്തകയാണ് കാതറിൻ പെരസ് ഷഗ്ദം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും PG നേടി. ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി. വിവാഹത്തിനായി ഇതോടെ ഇസ്ലാമിലേക്ക് മതം മാറി. എന്നാൽ 2014 ഇരുവരും വേർപിരിഞ്ഞു. 2017 കാതറിൻ ഇറാനിലെത്തിയത്. പിന്നീടാണ് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറുന്നത്. ടെഹ്റാൻ ടൈംസ്, യമൻ പോസ്റ്റ്, ദ ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി സ്വന്തം വെബ്സൈറ്റിലേക്ക് കാതറിനെ ക്ഷണിക്കുകയായിരുന്നു. ഖമനേയിയുടെ വെബ്സൈറ്റായ .ir പിന്നീട് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും കാതറിനായിരുന്നു. റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാതറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത്. ഇറാന്റെ പരമോന്നത നേതാവ്, മുൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി, മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്നിവരെയും കാതറിൻ പരിചയപ്പെട്ടു. പിന്നീട് ഖമനേയിയുടെ വിശ്വസ്തയാകുക എന്നത് മാത്രമായിരുന്നു കാതറിന്റെ ലക്ഷ്യം. ആ സമയങ്ങളിലേക്ക് കാതറിനെ മൊസാദ് ഏറ്റെടുത്തിരുന്നു. ഖമനേയിക്ക് വേണ്ടിയും കാതറിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ കാതറിൻ എഴുതിയ ലേഖനങ്ങൾ ഖമനേയിയുടെ സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായുള്ള ബന്ധമാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാതറിനെ സഹായിച്ചത്. യമനിലെ മുൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ കൺസൾട്ടന്റായ അവർ ഇസ്ലാമിക ഭീകരത, റാഡിക്കലൈസേഷൻ, സെമിറ്റിസം എന്നിവയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടയാളാണ്. ഇസ്ലാം മതത്തിൽ കടന്നുകൂടിയിട്ടുള്ള അനീതികൾ, ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് കാതറിൻ. ഇറാനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ മത പോലീസിനെതിരെയും ആയത്തുള്ള ഖമനേയിയുടെ മതഭരണകൂടത്തിനെതിരെയും എതിർത്ത് തെരുവിൽ പ്രക്ഷോഭം നടത്തുന്നതെല്ലാം നേരിട്ട് കണ്ട ആളുമാണ് കാതറിൻ. അതുകൊണ്ട് തന്നെയാണ് കാതറിൻ മൊസാദിന്റെ ചാര വനിതയാകുന്നതും. ഏറ്റവും വിലപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയാണ് കാതറിൻ മൊസാദിന് കൈമാറിയത്. വളരെ കാലം ഇറാനിൽ കഴിഞ്ഞിരുന്നതുകൊണ്ട് ഖമനേയി ഭരണകൂടവും കാതറിനെ സംശയിച്ചിരുന്നില്ല. കാതറിൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർ പൂർണ്ണമായും അപ്രത്യക്ഷയായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രതികാരദാഹത്തോടെ ആ ചാര വനിതയ്ക്കായി വല വിരിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. രാജ്യത്തുടനീളം പോസ്റ്ററുകളും ഫോട്ടോകളും പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ ഒരു പൊടി പോലുമില്ല. മൊസാദിന് വേണ്ടി ചാരപ്പണി എടുത്തവർക്കായി തിരയുകയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ. 3 പുരുഷന്മാരെ അടുത്തിടെ സംശയത്തിന്റെ പേരിൽ വധിച്ചിരുന്നു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.